യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 146 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ലോകമാം കടൽ തിരത്തള്ളലിൽ പോകുമിവൻ പാറയിൽ വിള്ളലിൽ ജീവിത സ്നേഹിതൻ പാരിലാർ വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാൽ നാം ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് മിസ്രൈമിലെ 10 ബാധകളെ പറ്റിയാണ്. അത് 2 നമ്മൾ ചിന്തിച്ചു. ഇന്ന് 3-ാമത്തെയും 4-ാമത്തെയും ബാധയെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഞാൻ പല ചരിത്ര പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയുള്ള കാര്യങ്ങളാണ് ഇവിടെ സമർപ്പിക്കുന്നത്. 3-ാമത്തെ ബാധ എന്ന് പറയുന്നത് പേനാണ്. 8-ാം അധ്യായം 16 മുതൽ 19 വരെയും. ആ ദേവന്റെ പേരെന്ന് പറയുന്നത് ഗേബ് ദേവൻ. അതിന് ശക്തിയാണ്. ഗേബ് ദേവൻ എന്ന് പറഞ്ഞാൽ ഭൂമി അവരുടെ ദൈവമായിരുന്നു. കാണുന്നതിനൊക്കെ ദൈവമാക്കി അവർ ജീവിച്ചുകൊണ്ടിരുന്നു. ഭൂമിയാണല്ലോ അവർക്ക് ജീവിക്കാൻ ആഹാരം തരുന്നത്. അതുകൊണ്ട് ഭൂമിയും അവരുടെ ദൈവമാണ്. ദൈവം തീരുമാനിച്ചു ഭൂമിയിലെ പൊടി കൊണ്ട് ഇവരെ ന്യായം വിധിക്കാവുന്ന. 8-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ പൊടിമേലടിച്ചു. ഇതാ പേനോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. പൊടിയെല്ലാം പേനായി. മനുഷ്യരുടെ മേലും എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ തലയല്ല, ദേഹം മുഴുവൻ പേരില്ലാത്ത ഒറ്റ സ്ഥലമില്ലാത്ത ആ നിലയിൽ പേനങ്ങായി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല, മൃഗത്തിൻ്റെ മേലും പേനായി. ചുരുക്കം പറഞ്ഞാൽ അവിടുത്തെ പിള്ളേർ നിലവിളിക്കുന്നു, ചെറുപ്പക്കാർ നിലവിളിക്കുന്നു, പ്രായമുള്ളവർ നിലവിളിക്കുന്നു, അവിടെയുള്ള മൃഗങ്ങൾ നിലവിളിക്കുന്നു. ആകെ വല്ലാത്ത ഒരു അവസ്ഥയായി. ഈ ദൈവം തമ്പുരാന്റെ ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് വലിയ വലിയ ശിക്ഷയൊന്നും കൊടുക്കണമെന്നില്ല. കൊച്ചു കൊച്ചു ശിക്ഷ കൊണ്ട് ദൈവം ആരാന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇവരുടെ മന്ത്രവാദികൾ നോക്കിയിട്ട് പേനൊന്നും മാറുന്നില്ല. അവിടെ പറയുന്ന മനുഷ്യരുടെ തലയിലൊക്കെ 2-3 പേനുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റുകയില്ലല്ലോ. എന്തൊരു ബുദ്ധിമുട്ടാണ്. ദേഹം മുഴുവന് പേനാണെങ്കിൽ പിന്നെ പറയാൻ പറ്റുമോ? അതിനകത്ത് വേറെ അത്ഭുതം, ഇവരുടെ തൊട്ടടുത്തൊരു ദേശമുണ്ട്, ഗോശാൻ എന്ന് പറയും. അത് പണ്ട് യാക്കോബ് വന്ന സമയത്തെ മക്കൾക്ക് ഈ ഗോശാൻ എന്ന സ്ഥലം കൊടുത്തു. കാരണം ആടുകളെ തീറ്റാനായിട്ടുള്ളത്. അതിലൊക്കെ വെച്ചു. പക്ഷേ നോക്കിക്കോണം, ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കോണം. ഈ ഗോശാന്റെ അതിരിന്റെ ഇപ്പുറത്ത് താമസിക്കുന്ന സകല മിസ്രൈമ്യരുടെ ദേഹത്തും പേനുള്ളപ്പോൾ ഗോശാനിലുള്ള ഇസ്രായേൽ ജനത്തിന് മേൽ ഒരു പേനും വന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതി. ഇതിനകത്ത് ദൈവജനത്തിനൊരു ഭദ്രതയുണ്ട്, ഒരു സൂക്ഷിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. ആ ചിന്ത അനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി കരയറ്റണം. നമ്മുടെ ഏതു കാര്യങ്ങൾക്കും ദൈവസന്നിധാനത്തിൽ നന്ദി കരയറ്റുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. പുറപ്പാട് 8:18 അവൻ അബദ്ധം പറ്റി. അവൻ മന്ത്രവാദികളെ ഫറവോൻ വിളിച്ചു. മന്ത്രവാദികൾ പറയുന്ന ഒരു കാര്യമാണ് അവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ വിരൽ ആകുന്നു. ദൈവത്തിൻ്റെ കൈയെന്നല്ല പറഞ്ഞത്, വിരല് എന്ന് പറഞ്ഞു ഫറവോൻ. എന്നിട്ടും മിസ്രൈമിനെ വിട്ടില്ല. കാരണം ഇവൻ ദൈവമക്കളെ കണ്ടമാനം ഉപദ്രവിച്ചല്ലോ. ആ ഉപദ്രവിച്ചതിൻ്റെ ശിക്ഷയൊക്കെ ഇവിടെ കിട്ടിയിട്ടേ പറ്റുകയുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവദാസന്മാർ, ദൈവമക്കൾ പലപ്പോഴും മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോഴേ പലരും വന്ന് കയ്യേറി ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ രക്ഷിക്കപ്പെട്ടാൽ അവർക്ക് ശിക്ഷയിൽ നിന്ന് അല്പം ഒഴിവുണ്ടാകും. ഇല്ലെങ്കിൽ വരുന്ന ന്യായവിധി ഭയങ്കരമാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർപ്പിച്ചു കൊള്ളുന്നു. അവനവൻ ഈ ഭൂമിയിൽ എന്തു തെറ്റ് ചെയ്താലും
അതിന് ശിക്ഷ അവന്റെ കുടുംബത്തിന് മേൽ ആഞ്ഞടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് 4ാമത്തെ ബാധയെ നോക്കാം. ഇതെല്ലാം പുറപ്പാട് പുസ്തകത്തിലായതുകൊണ്ട് ഞാൻ 8-ാം അധ്യായം 21-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം വരെയും. നായീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പട്ടിയുടെ ദേഹത്തെ കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് ചത്താലേ അതിനെ നമുക്ക് അവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ. കടിച്ചു തൂങ്ങിക്കിടക്കും. പട്ടി പലപ്പോഴും നായീച്ചകളാവുമ്പോഴേ മരത്തെ കൊണ്ട് ഒരയ്ക്കുകയും മണ്ണിലൊക്കെ ഒരയ്ക്കുന്ന കാണുന്നുണ്ടല്ലോ. 1-2 നായീച്ചയിലെന്ന് അവിടെ മുഴുവൻ നായീച്ച കൊണ്ടങ്ങ് നിറഞ്ഞു. ഈ മിസ്രൈമിലെ ഈ നായീച്ചയും ഒരു സംരക്ഷണ ദൈവമായിട്ടാണ് കരുതിയിരുന്നത്. ഇവർക്ക് ലോകം അറിയാമോ? അതിൻ്റെ ദേവന്റെ പേര് കെപ്രി എന്നാണ്. ഓരോരോ സംരക്ഷണത്തിന് വേണ്ടി ഓരോരോ കൊച്ചു കൊച്ചു ദൈവങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന്, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരവിടെ ചെന്നപ്പോൾ അത് ഇവർക്ക് പ്രതികൂലമായെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നയിച്ച് അവരുടെ ദേഹത്തെ, അവരുടെ അടുപ്പിലെ, അവരുടെ വീട്ടിലെ എന്ന് വേണ്ട എവിടെ നോക്കിയാലും നയിച്ച് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാമായിട്ടും ഈ ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുകയല്ലാതെ ഇവരെ വിട്ടേക്കാമെന്നുള്ള ചിന്തയില്ല. കാരണം അവനവിടെ വലിയ 2 ഭണ്ഡാര ഗ്രഹങ്ങൾ പണിയുന്നുണ്ട്. പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇവരെ കൊണ്ട് പണിയിപ്പിക്കുക മാത്രമല്ല, കൂലി കൊടുക്കുകയില്ല. പട്ടിണിയോട് പട്ടിണി. അവരുടെ കണക്കനുസരിച്ച ഇഷ്ടിക ഏൽപ്പിച്ചില്ലെങ്കിൽ അതിനടി. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവം ഇവരെ വിടാൻ വേണ്ടി ദൈവം വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മോശ. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഗോശാം ദേശത്തെ ദൈവം വേർതിരിച്ചു, അതിരിട്ടു, ഇസ്രായേലിന്റെ പരിസരത്ത് പോലും നയിച്ച വന്നില്ല. ദൈവം എത്ര ഭയങ്കരൻ, ഇപ്പുറത്തെ ദൈവം എത്ര സ്നേഹസമ്പന്നൻ. ഇന്ന് 3ഉം 4ഉം ബാധയെപ്പറ്റി നമ്മൾ പഠിച്ചു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ലോകത്തിൻ്റെ ശിക്ഷാവിധി ദൈവം കൊടുക്കുന്നത് നാം ഉദ്ദേശിക്കുന്നതൊക്കെ വലിയ മാരകായുധങ്ങളോ കൽമഴ പെയ്തോ അങ്ങനൊന്നുമല്ല പരിപാടി. ദൈവം കൊച്ചു ഓരോ ബാധ കഴിയുന്തോറും ആ ബാധയുടെ പവർ കൂടിക്കൂടി വരികയാണ്. ഇനി അടുത്ത ബാധ ശക്തമായി കൂടി വരികയാണ്. എങ്കിലും ഇവർക്ക് ഇസ്രായേലിനെ വിട്ടയക്കാൻ പ്രയാസമായി. കാരണം മിസ്രൈമിലെ രാജാവ് ഉൾപ്പെടെ വലിയൊരു പട്ടാളത്ത വ്യൂഹത്തെ ദൈവം കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടായിരുന്നു. വിട്ടയച്ചാൽ രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അവരത് കേൾക്കാതെ പോയത് കൊണ്ട് ഇനിയും വരുന്നായ ബാധകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഞാനെന്നും ഭാരതത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ്. ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുക, മുട്ടയെന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു, പ്രസംഗിക്കുന്നവനെ ലോകമറിയുന്നു. നമ്മളെ ദൈവം അറിയട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. ഒരുങ്ങുക. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.